ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ എൻജോയ്ഡ് ഇന്ത്യ എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പരിമേള സീസൺ 2 എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റു കാരുണ്യ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നല്ലവരായ പ്രേക്ഷകരും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാന കൂപ്പൺ വാങ്ങേണ്ടതാണ്. അതോടൊപ്പം VMTV ന്യൂസും വിഘ്നേശ്വര മീഡിയ ടിവിയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഇൻചോർജ് പ്രോഗ്രാമിന്റെ മത്സരാർത്ഥികളെ ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? നിർമ്മല. എവിടെ സ്ഥലം? പാറശാല. എവിടെ വർക്ക് ചെയ്യുന്നു? അംഗൻവാടി വർക്കേഴ്സ് ആണ് എല്ലാവരും. എല്ലാവരും അല്ല, ടീച്ചർമാരും അവരുടെ അംഗൻവാടിയിൽ നിന്ന് വരുന്ന കുറച്ച് കുഞ്ഞുങ്ങള്, അമ്മമാര് അംഗൻവാടിയും കൂടെ കൂടി ചേർന്നുള്ള ഇത്രയും പേരൊന്നും കുറെ പേരൊക്കെ ബീച്ചിലൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങളൊരുപാട് പേരുണ്ട്. എന്തായാലും നമ്മുടെ ഇന്ത്യയുടെ പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആഗ്രഹമുള്ളവരാണ് ഇത്രയും പേര്. പേരെന്തായിരുന്നു? എന്റെ പേര് ജയപുഷ്പം. ജയപുഷ്പം പുഷ്പം എന്താ ഇടാ നിങ്ങൾ? കാരണം പുഷ്പ എന്നാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അത് പുഷ്പം, അതൊരു പുതിയ പുഷ്പം. പുഷ്പം. ഓക്കെ, പേരെന്താ? എന്റെ പേര് വിജില. ഷീബ, അംഗൻവാടി ഹെൽപ്പർ. അശ്വതി. ലാലജ. മോളുടെ പേര്? പേര് പറഞ്ഞു കൊടുക്കും. അപ്പോൾ എല്ലാവരെയും നമ്മൾ പരിചയപ്പെട്ടു. പ്രോഗ്രാം ഒന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിന് 20 സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ പറയുക. കൂടുതൽ ആരാണോ പറയണമെന്നില്ല, വേണമെങ്കിൽ പറഞ്ഞാൽ മതി, സമ്മാനം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഒരാളുടെ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ആകുന്നു. ഇങ്ങനെയല്ല, ടഫല്ല, ഒരുപാട് ക്ലൂസ് ഒക്കെ തരും. അപ്പോൾ കൂടുതൽ ആൻസർ ആരാണോ പറയുന്നത് അവരാണ് വിജയ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അമ്മ പുറത്തും മക്കളകത്തും എന്താണ്? അമ്മ പുറത്തും മക്കളകത്തും എന്താണ്? നമ്മൾ സാധാരണ പണ്ട് ആശയവിനിമയത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമായിരുന്നു. ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോൺസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, അല്ലെ? പുറത്തുള്ള ആൾക്കാർ, ഇപ്പം ഹസ്ബൻഡൊക്കെ പുറത്താണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയാൻ ഉപയോഗിക്കുന്നത് ഇപ്പം മൊബൈൽ ഫോണാണ്. അതിന് മുന്നേ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമുണ്ട്, അതാണ് ലെറ്റർ അല്ല. അമ്മ പുറത്തും തീപ്പെട്ടിയല്ല. തീപ്പെട്ടി വെച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റൂലല്ലോ. അമ്മ പുറത്തും മക്കളകത്തും. ആ, ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ല, മൊബൈലും ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാ. യെസ്, ലെറ്റർ നമ്മൾ എങ്ങനെ അയക്കും, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച്. പോസ്റ്റ് പെട്ടി, ബോക്സ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടിക്കാത്ത മുറ്റം ഏതാണ്? അടിക്കാത്ത മുറ്റം കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആൻസർ ആണ്. മേളോട്ട് നോക്കിയാൽ കാണാം, അടിക്കാത്ത ആകാശം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5 ഉണ്ണികൾക്ക് ഒരു മുറ്റം. നമുക്ക് എല്ലാവർക്കും ഉള്ളതായത്. 5 ഉണ്ണികൾക്ക് ഒരു മുറ്റം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കൈപ്പത്തി. കണ്ണു വിട്ടല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അമ്മയെ ഉമ്മ വെച്ച് മകൾ മരിച്ചു. തീപ്പെട്ടി എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ തീപ്പെട്ടി കിട്ടിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടിയിൽ വട്ടക്കിണ്ണം മേലെ പച്ചപ്പന്തൽ. അടിയിൽ വട്ടക്കിണ്ണം മേലെ പച്ചപ്പന്തൽ. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, ഞാൻ ക്ലൂ തരാം. നമ്മൾ അവിച്ചൊക്കെ കഴിക്കുന്ന ഒരു സാധനമാണ്. ചേന അവിച്ച് കഴിച്ച് നല്ലോണം കഴിക്കാറുണ്ടല്ലോ. ചേനയുടെ ആളാണല്ലേ. അവിയലിലൊക്കെ ചേർക്കും. ഇപ്പോൾ ഉള്ള സ്ത്രീകൾ ആരും അങ്ങനെ മെനക്കെടാറില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അനുജത്തി ചുവന്നാണ് ഇരിക്കുന്നത്, ഏട്ടത്തി പച്ച, മുത്തശ്ശി മഞ്ഞ കളറിൽ. എന്താണ്? എങ്ങനെ? ഒന്നുകൂടെ. അനുജത്തി ചുവപ്പ്, ഏട്ടത്തി പച്ച കളറ്, മുത്തശ്ശി മഞ്ഞ കളർ. എന്താണ്? ഇവിടെയൊക്കെ ഉണ്ടോ സാധനം? ഇവിടെ എല്ലാം ഉണ്ടോ സാധനം? എല്ലാരും മാങ്ങ പറഞ്ഞു. ഇല്ലല്ലോ, ഒരു ഇതുണ്ടല്ലോ, എന്ത് പനങ്ങ. അത് ആൻസർ ആയിപ്പോ ഞാൻ പറഞ്ഞു. എന്തായാലും അത് തന്നെ ലാസ്റ്റ് പറയാം. ആൻസറിന് ശേഷം ഒരു പഴഞ്ചൊല്ലുണ്ട്. ഇവിടെ
ഇവിടെ എല്ലായിടത്തും ഉണ്ട് ആ സാധനം. പച്ച കളറിലുണ്ട്, മഞ്ഞ കളറിലുണ്ട്, ചിലതൊക്കെ ചുവപ്പ് കളറിൽ കാണും. മാവിലൊക്കെ ചുവപ്പ് കളറിൽ കാണും. തേങ്ങ, ചക്ക. ഇതെന്തൊരു ആൻസർ അനുജത്ത് ചുവന്ന കളറില്, ഏട്ടത്തി പച്ച കളറില്, മുത്തശ്ശി മഞ്ഞ കളറില്. ഈ മഞ്ഞ കളറിൽ ഈ സാധനം വീഴുമ്പോ പച്ച കളർ എന്ന് ചിരിക്കും. പഴുത്ത ഇല 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 ചുവപ്പിലുണ്ട്, പഴുക്കുമ്പോ പച്ച ഉണ്ട്, മഞ്ഞ ഉണ്ട്. മഞ്ഞ മുത്തശ്ശി. ഓക്കെ, ആൻസർ ആയി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അകന്ന് നിന്ന് നോക്കിക്കാണും, കണ്ടതെല്ലാം ഉള്ളിലാക്കും. എന്താണ്? നിങ്ങളുടെ മുന്നിലുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1000 വള്ളി ആറ്റിലിറങ്ങിയപ്പോൾ ഒറ്റ വള്ളി. എന്താണ്? നമുക്കുള്ളതാണ്. ഓക്കെ, രണ്ടുപേരും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യം കുന്തം കണക്ക് ഈ സാധനം വരും, പിന്നെ കുഴല് പോലെയാവും, ഒടുവിൽ പായ പോലെയാവും. എന്താണ്? പപ്പടം. പപ്പടമല്ല, വളരുന്നതാണ്, ഒരു സസ്യം ഇനത്തിൽപ്പെട്ട ഒന്നാണ്. ആദ്യം കുന്തം പോലെയാവും, പിന്നെ കുഴല് പോലെയാവും, ഒടുവിൽ പായ പോലെയാവും. നമുക്ക് ആ ഇലയിൽ കിടക്കാൻ പറ്റും. വാഴയില. ഞാൻ പറ്റുന്ന ഇല വാഴയില മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആരും കാണാതെ വന്നവൻ ആരും കാണാതെ പോയി. സൂര്യൻ ആരും കാണാതെ വരെയും ചെയ്യും, ആരും കാണാതെ പോവുകയും ചെയ്യും. നമുക്ക് കാണാൻ പറ്റത്തില്ല. സൂര്യനാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ. കറക്റ്റ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും 3 ക്വസ്റ്റ്യന്റെ ആൻസർ വീതം പറഞ്ഞു അല്ലേ? അപ്പൊ രണ്ടുപേരും അല്ല, ഒരു ക്വസ്റ്റ്യൻ ചെറുക്കൻ പെണ്ണിനെ കാണാൻ പോയി. ഓക്കെ, ചെറുക്കന് പെണ്ണിനെ ഇഷ്ടമായി, പെണ്ണിനെ ചെറുക്കനും ഇഷ്ടമായി, പക്ഷെ കല്യാണം നടന്നില്ല. കാരണം എന്ത്? കല്യാണം നടന്നില്ല. ശ്രീധരമാണോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കേട്ടോ. ഒരു ചെറുക്കൻ പെണ്ണിനെ കാണാൻ പോയി, ചെറുക്കന് പെണ്ണിനെ ഇഷ്ടമായി, പെണ്ണിനെ ചെറുക്കനെ ഇഷ്ടമായി, പക്ഷെ കല്യാണം നടന്നില്ല. കാരണം? വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാണല്ലേ? ജാതകം, പൊരുത്തം. ജാതകം അങ്ങോട്ടൊന്നും അതൊന്നും അല്ല. അല്ല, ടീച്ചർ പറയുന്നുണ്ടല്ല. ക്വസ്റ്റ്യന് തന്നെയുണ്ട് ആൻസർ. ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിച്ചു തരാം. ഒരു ചെറുക്കൻ പെണ്ണിനെ കാണാൻ പോയി, ചെറുക്കന് പെണ്ണിനെ ഇഷ്ടമായി, പെണ്ണിനെ ചെറുക്കനും ഇഷ്ടമായി, പക്ഷേ കല്യാണം നടന്നില്ല. കാരണം എന്ത്? അല്ല, ശ്രുതിയാണ്. അയ്യോ, കുഴഞ്ഞല്ലോ. ടൈം ഔട്ടായി. പെണ്ണിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് ക്വസ്റ്റ്യനിലുണ്ട്. ചെറുക്കന് പെണ്ണിനെ ഇഷ്ടമായി, പെണ്ണിനെ ചെറുക്കനും ഇഷ്ടമായി. പെണ്ണിന്റെ ഇഷ്ടം അവിടെ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സുന്ദരൻ കുളിച്ചപ്പോൾ ചൊറിക്കുട്ടനായി. അല്ല, സുന്ദരൻ കുളിച്ചപ്പോൾ ചൊറിക്കുട്ടനായി. ചൊറിക്കുട്ടൻ എന്ന് പറഞ്ഞു. ആ ചൊറിയിൽ കയറി അങ്ങ് പിടിച്ച്. നമ്മൾ കഴിക്കുന്ന സാധനമാണ്. സദ്യക്കൊക്കെ ഈ ഒരു സാധനം വിളമ്പാറുണ്ട്. അല്ല, കുളിച്ചിട്ട് വന്നപ്പോ ഗർഭിണിയായി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വേറെ ആരും ആൻസർ പറയല്ലേ? ഇവിടെയൊക്കെ ആൻസർ പറയുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ. നിങ്ങൾ രണ്ടുപേര് ഓക്കെ, വേറെ ആരും ആൻസർ പറയരുതേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. വെള്ളത്തിൽ ജനിച്ച് വായുവിൽ വളരുന്നത് ആര്? വെള്ളത്തിൽ ജനിച്ച് ജീവനുള്ള സാധനം. വെള്ളത്തിൽ വേറെ ആരും പറയില്ല. ഇല്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 നീർച്ചാലിന് ഒരു പാലം. എന്റെ ഫേസിൽ നോക്കി കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിലേക്ക് കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയും അതോടൊപ്പം ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഡിസ്ട്രിക്ട് ലെവൽ പ്രസിഡന്റായ ഹർഷകുമാർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ഞാനല്ല ഈ സമ്മാനം കൊടുക്കുവാനായി എത്തിയിരിക്കുന്നത്. എന്തായിരുന്നു പേരെന്തായിരുന്നു? അശ്വതി. അവേഴ്സ് 1 കോടി എന്ന പ്രോഗ്രാമിലെ അനന്തപുരിയുടെ ജയന്തി, ആ ജയന്തിനെയാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ സമ്മാനം കൊടുക്കുവാനായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരിയിൽ നിന്ന് ആർ ജയന്തി. ത്രിമാന ചലച്ചിത്രം എന്നറിയപ്പെടുന്നത് ഏതുതരം സിനിമകളെ കുറിച്ചാണ്? ഓപ്ഷൻ എ സിനിമാസ്കോപ്പ്, ഓപ്ഷൻ ബി 70mm, ഓപ്ഷൻ സി 35mm, ഓപ്ഷൻ ഡി 3D, ഓപ്ഷൻ ഡി 2D.
എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ പ്രോഗ്രാം? പ്രോഗ്രാം നല്ലതായിരുന്നു. പിന്നെ എനിക്ക് 5 ലക്ഷം രൂപ വരെ കിട്ടി. 5 ലക്ഷത്തിന് ഞാൻ 5 ലക്ഷം രൂപ മുതലാണ് നമ്മുടെ മുന്നിൽ ഇന്ന് ഈ സമ്മാനം കിട്ടാനായിട്ട് വന്നത്. കണ്ടോ? 5 ലക്ഷം വരെ കയറിയിട്ട് 3 ലക്ഷത്തിന് കിട്ടിയത് ഇറങ്ങി. ഓക്കെ, നല്ല പ്രോഗ്രാം ആയിരുന്നു. എന്തായാലും ഈ ഇദ്ദേഹം നല്ല രീതിയിൽ ഞങ്ങൾ കേട്ടതാണ്, പ്രസന്റ് ചെയ്തു. അവസാനം 2 പേരടങ്ങുന്ന ആ ചോദ്യത്തിൽ പോലും അതിമനോഹരമായി ഉത്തരം പറഞ്ഞു. കേട്ടോ? പറഞ്ഞില്ലേ? നല്ല മത്സരമല്ലായിരുന്ന? ജോളിയായിട്ട് നിന്ന് കളിച്ചു. അതെ അതെ അതെ. നല്ല ഫാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ഇഞ്ചോടിഞ്ചെന്ന ഈ പ്രോഗ്രാം ജനകോടികൾ നെഞ്ചിലേറ്റിയ ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം എല്ലാവരുടെ അനുഭവത്തോടു കൂടി ഞങ്ങൾ നിർത്തുകയാണ്. ഇന്നത്തെ ഇഞ്ചോടിഞ്ചിന്റെ മത്സരാർത്ഥികൾ പാറശാലയിലെ കളിയിക്കവിളയിൽ നിന്നുമാണ് വന്നത്. അപ്പോൾ 3 അങ്കണവാടികൾ ചേർന്നിട്ടുള്ള ടീച്ചേഴ്സും ഹെൽപ്പേഴ്സുമായിരുന്നു. കുറച്ച് പേരായിരുന്നു അതിന് മത്സരിക്കാനുണ്ടായിരുന്നത്. എന്തായാലും അവിടെ എല്ലാ പേരും രംഗത്തുണ്ടായിരുന്നു. എല്ലാവരും നല്ലതുപോലെ ആസ്വദിച്ചു. അവസാനം വന്ന 2 ടീച്ചേഴ്സ് തമ്മിലാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി അതിൽ ഒരാൾ വിജയിച്ചത്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്നും VMTV ന്യൂസിന്റെ ചെയർമാനും അതുപോലെ ഫ്ലവേഴ്സ് 1 കോടിയിലെ വിജയിയായ ജയന്തി ആന്റിയുമാണ് ഇന്ന് സമ്മാനം നൽകിയത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വ്യത്യസ്തമായ കുസൃതി ചോദ്യങ്ങളുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ ബൈ.